മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബോധാവസ്ഥയിൽ കിടന്ന മേഘനാഥനെ സീമന്തിനിയും വാമനും കൂടി അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ട് നിനക്ക് തോന്നിയതായിരിക്കുമെന്നെല്ലാം പറയുന്നു. അപ്പോൾ മേഘനാഥൻ സീമന്തിനോട് പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ തീർച്ചയായിട്ടും അവളെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര പേടി തോന്നിക്കുന്നു അമ്മേ. ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയെ കൊണ്ട് എനിക്കൊരു ഉപദ്രവവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മരിച്ചുപോയ മഹാലക്ഷ്മിയെ കൊണ്ട് എനിക്ക് ഉപദ്രവം തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയാവണം അമ്മേ, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനെന്നെല്ലാം സീമന്തിനോട് പറയുന്നു. മോൻ ഇതൊന്നും വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് സീമന്തിനെ സമാധാനപ്പെടുത്തുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇത്തരം പ്രവൃത്തികൾ ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നും ഇതിനെല്ലാം ഒരു ദിവസം തിരിച്ചടി മാത്രമല്ല ഏട്ടത്തിയാണെങ്കിൽ ദൈവത്തെ കൂടെ കൂട്ടി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിന് അതിൻ്റെതായ ഒരു ശക്തി തന്നെ ഉണ്ടാവുമെന്നും മഞ്ജു മേഘനോടായിട്ട് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മേഘനാണെങ്കിൽ ആകെ ഒന്ന് ഭയന്ന് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും അനന്തവും തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തുന്നു. അങ്ങനെ കണ്ണനോടായിട്ട് മഹാലക്ഷ്മിയും അനന്തവും നടന്ന വിവരങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആ മേഘനാഥൻ്റെ മുഖമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു, ഞാൻ അത്രക്ക് തന്നെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന കണ്ണൻ പറയുന്നു, തന്നോട് ഇതൊക്കെ ചെയ്ത് അവൻ നന്നായിട്ട് തന്നെ ഓടട്ടെ എന്നും അവൻ്റെ ഉറക്കം കെടുത്തണമെന്നും കുറച്ച് ദിവസം ഈ രീതിയിൽ തന്നെ തള്ളി നീക്കിയാലും കുഴപ്പമില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, എന്താടോ അതിൻ്റെ ക്ലൈമാക്സ് ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നു. അതെനിക്കറിയില്ല കണ്ണേട്ടാ, അതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർക്കോ ആണ്. മാർക്കോ പറയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ തന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മേഘൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, മഹാലക്ഷ്മിയുടെ മുഖവും എല്ലാം. അതുകൊണ്ടൊരു ഭയത്തോടു കൂടി തന്നെ ഉറങ്ങാൻ കിടക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ നന്നായിട്ട് ഉറക്കം പിടിച്ചു കഴിഞ്ഞു. ആ സമയം അതേ മേഘനാഥനാണെങ്കിൽ ജനലിലേക്ക് ഇങ്ങനെ നോക്കുന്നു. അവിടെ ഒരു നിഴൽ പോകുന്നത് കാണുമ്പോൾ വീണ്ടും അലറി വിളിച്ചുകൊണ്ട് മേഘനാഥൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മഞ്ജുവിനാണെങ്കിൽ ചിരി അടക്കാനായിട്ട് സാധിക്കുന്നില്ല. മഞ്ജു ആണെങ്കിൽ എല്ലാം ഒതുക്കി പിടിച്ചിട്ട് മേഘേട്ടന് എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ട്, അവൾ എവിടെയും പോയിട്ടില്ല, ഞാനിപ്പോൾ അവളെ കണ്ടു എന്നല്ല ഇങ്ങനെ വീണ്ടും വീണ്ടും പിച്ചും പെയ്യും പറയാണ് നമ്മൾ മേഘനാഥൻ. അതേസമയം മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇത് തന്നെ വേണം. ഒരുപാട് പെൺകുട്ടികൾ ഉറക്കം കെടുത്തിയ ആളല്ലേ, ഇയാൾക്ക് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നെല്ലാം മഞ്ജു മനസ്സിൽ വിചാരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതേസമയം മഞ്ജു മേഘനോട് ചോദിക്കുന്നു, അല്ല മേഘേട്ടൻ എന്ത് ഇത്ര ഭയപ്പെടുന്നത്, മേഘേട്ടൻ എന്തെങ്കിലും അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ ഒട്ടും തുറന്നു പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല. മഞ്ജുവിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് മേഘനാഥൻ. പിന്നീടാണെങ്കിൽ മാർക്കോ ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട്, മേഘനാഥൻ മഹാലക്ഷ്മിയെ ഭയന്നോടിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ സാഗറിനോടും ലോപ്പസിനോടും പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം അതെല്ലാം കേട്ട് വളരെയേറെ ചിരിച്ച് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മഹാലക്ഷ്മി ഒറിജിനൽ പ്രേതമായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നാണ് മേഘൻ വിചാരിച്ചിരിക്കുന്നത്. അത്രയ്ക്കും നല്ല പ്രകടനമായിരുന്നു മഹാലക്ഷ്മിയുടേതെന്ന് പറയാണ്ടോ. മാത്രമല്ല മഹാലക്ഷ്മിയെ ഇനി ജീവനോടുകൂടി തന്നെ കണ്ടാലും അവർ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇതുപോലെ ഇനി മറ്റുള്ളവർക്കും പണി കൊടുക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഉണ്ണിക്കും അതുപോലെ കമലേശ്വരത്തെ കണ്ണൻ്റെ രണ്ടാനമ്മയ്ക്കും അങ്ങനെ എല്ലാവർക്കും ഒരു പണി കൊടുക്കാനുണ്ടെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഇനി അടുത്തത് മാർക്കോ പ്ലാൻ ചെയ്തിരിക്കുന്നത് കമലേശ്വരത്തെ വീട്ടിലാണ്. മഹാലക്ഷ്മി അവിടെയായിരുന്നല്ലോ താമസം, അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലായിരിക്കണം മഹാലക്ഷ്മിയുടെ പ്രകടനമെന്നും അതുപോലെ തന്നെ കണ്ണൻ്റെ രണ്ടാനമ്മ നല്ല രീതിയിൽ തന്നെ ഭയപ്പെടുത്തണമെന്നുമാണ് മാർക്കോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.